ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നോയമ്പ് കാല ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഏശയ്യാ പ്രവചനം 58 അധ്യായം 6-7 തിരുവചനങ്ങൾ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ആകെ കലക്കി കുറുക്കി അരച്ച് കുറുക്കി എല്ലാ മെയിനായിട്ടുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥ ഉപവാസം എന്താണ്? വീണ്ടും താഴേക്ക് വരുമ്പോൾ ഒരു പടി കൂടി കടന്ന് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും എന്ത് ചെയ്യണം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കണം. ഞാൻ ആഹാരം വേണ്ടെന്ന് വെച്ചാൽ, ഞാൻ വെള്ളം ഉപേക്ഷിച്ചാൽ, ഞാൻ സൂപ്പ് ഉപേക്ഷിച്ചാൽ, ഞാൻ ഇറച്ചി മീൻ ഉപേക്ഷിച്ചാൽ അതെന്ത് ചെയ്യണം? അതിൻ്റെ പൈസ കൊണ്ട് എൻ്റെ കീശ വീർപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് ഞാൻ സമ്പന്നനാകണം. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതാ മദ്യപാനം, പുകവലി ഇതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ അപ്പം മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷമായി. 15 വർഷം മുഴുവൻ സമയ സുവിശേഷ ശുശ്രൂഷകനായിരുന്നു. അപ്പോൾ അപ്പച്ചൻ നല്ലൊരു മദ്യപാനിയും അതുപോലെ പുകവലിക്ക് അടിമയായിരുന്നു. സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ആ കുറ്റിയെങ്കിലും എടുത്ത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് കുടിക്കുമായിരുന്നു. അച്ചാറ് കുടിക്കും. അങ്ങനത്തെ അത്രയ്ക്ക് അഡിക്ഷനായിരുന്നു. അപ്പോൾ അപ്പം പറയുന്ന ഇതെല്ലാം ഉപേക്ഷിച്ച് ദൈവാനുഭവത്തിൽ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഞാൻ മദ്യം ഉപേക്ഷിച്ച്, ഞാൻ പുകവലി ഉപേക്ഷിച്ചെന്നും പറഞ്ഞ് ഞാൻ മിടുക്കനാകത്തില്ല. മറിച്ച് ഞാൻ അതിന് ചിലവാക്കിയിരുന്ന പങ്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക്, പാവങ്ങളെ സഹായിക്കാൻ, സുവിശേഷ വേലകൾക്ക് വേണ്ടിയൊക്കെ, അതും അതിൽ കൂടുതലും സൽപ്രവർത്തികൾക്ക് വേണ്ടി. പാപം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ദുശീലങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വലിയ മിടുക്കനൊന്നും ആവുന്നില്ല. അതിന് ചിലവാക്കാൻ എന്തോരം പൈസ വേണമെങ്കിലും ഉണ്ടാവും, എന്തോരം വേണമെങ്കിലും ബുദ്ധിമുട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഒരു പരിഹാര വേലയായിട്ട് തൻ്റെ സമ്പത്തിൻ്റെ പങ്ക് ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നത് പോലെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി, തൻ്റെ പാപാവസ്ഥയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതുപോലെ അപ്പച്ചൻ പഠിപ്പിച്ചു തന്നിരുന്ന കാര്യമാണ്. അതുപോലെ കൈയഴിഞ്ഞ് ഉള്ളഴിഞ്ഞ് നന്മ പ്രവർത്തികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വിടുതൽ കയറിപ്പോരത്തുള്ളൂ. ചിലരൊക്കെ വന്ന് പറയും, ഞാൻ 20 കൊല്ലം കുടി മാറ്റിയിട്ട്, ഞാൻ 35 കൊല്ലങ്ങളുടെ പുകവലി ഉപേക്ഷിച്ച് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ മന്ത്രവാദത്തിനും പോയിരുന്ന ആളാണ്, ഇപ്പോൾ പോണില്ല. അപ്പോൾ ചോദിക്കും, മന്ത്രവാദത്തിന് എന്തോരം കൊടുത്തു? എൻ്റെ ദൈവമേ, നല്ലൊരു കാര്യം പറഞ്ഞാൽ പള്ളി പണിയാൻ വേണ്ടി ഒരാൾക്ക് സിമൻറ്റ് മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മാസം ഒരു 1500 വെച്ച് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അപ്പം നെറ്റ് ചുളിയോ, അല്ലെങ്കിൽ എവിടെ പോയാലും ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പാവങ്ങൾക്ക് 10 ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ തന്നെ ഉണ്ട് പാവങ്ങളെന്ന് പറയും. പണ്ടൊരു സിനിമാടം പറഞ്ഞ പോലെ, നിങ്ങൾ വല്ലവരും സ്പോൺസർ ചെയ്യണ്ടോ എന്ന് ഈ അഭിമുഖം നടത്തിക്കൊണ്ടിരുന്ന ആൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഇതാണ്, ആ 4 പേരെ ഞാൻ ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? അതെൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കൾ, എൻ്റെ അമ്മ, അവരാണ് സ്പോൺസർ ചെയ്യുന്നതെന്ന്. ഒരു തമാശ രൂപത്തിൽ പറഞ്ഞ കാര്യം. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാ വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഏശയ്യാ 58:8. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി രോഗശാന്തി പ്രാർത്ഥനയും വചനവും സങ്കീർത്തനം 38 സങ്കീർത്തനം 41 അധ്യായവും ഒക്കെ മാത്രം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ. എന്ത് വേണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഷെയറിങ്, ത്യാഗപ്രവൃത്തികൾ, പരിഹാര പ്രവൃത്തികൾ, പ്രായശ്ചിത്ത പ്രവൃത്തികളിലേക്ക് കടന്നു വരുമ്പോൾ വിടുതൽ പ്രാപിക്കും. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ കൂട്ടായ്മയുടെ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന എറണാകുളം പട്ടണത്തിൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് ഇപ്പോൾ 6 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ഒരു 60,000-ഓളം പേർക്ക് ജാസ് അച്ചായൻ കിച്ചനും സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയും എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസും കൂടെ സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു സഹകരണങ്ങൾ ചേരുന്നത്. അപ്പോൾ അതിലേറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ശുശ്രൂഷയിൽ ജനമൈത്രി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സഹകരിക്കുന്ന ബിനോ ബാബു സാറ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1 മണി ചോറ് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിൻ്റെ അപ്പനൊരു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു.
സഹോദരൻ എക്സൈസിലാണ്, അദ്ദേഹം ഇപ്പോൾ പോലീസിലാണ്, ഭാര്യ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ. എല്ലാം ദൈവകൃപ കൊണ്ടെന്നൊരു സാക്ഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന എല്ലാം ഉണ്ടായിട്ട് ഒരു മണി ചോറ് പോലും ഇറക്കാൻ പറ്റാതെ മലരിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമുണ്ട്. വിശപ്പിൻ്റെ വില എന്താ, ഭക്ഷണത്തിൻ്റെ വില, ഒരു മണി ചോറിൻ്റെ വില എന്താ, ഉണ്ടായാലും അത് കഴിക്കാനും ദൈവത്തിൻ്റെ കൃപയാണ്. ക്യാൻസർ രോഗം പിടിപെട്ട് ഗുരുതരമായി വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ നാളുകളിൽ തിരിച്ചറിഞ്ഞ സത്യമാണ്. അതുകൊണ്ട് ഇന്ന് ഒരു മണിച്ചോറ് പോലും കളയത്തുമില്ല. ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പലരും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തടസ്സപ്പെടുത്താനും കമൻറ്റ് പറയാനൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വിശപ്പെന്ന വിളിയുടെ ആ വേദന മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഔദ്യോഗികമായ അനുവാദത്തോടെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും നമ്മുടെ ശുശ്രൂഷയിൽ മുൻനിരയിൽ നിന്ന് നാളിതുവരെ ഈ ഭക്ഷണ വിതരണ ശുശ്രൂഷയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത നാളിലൊരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ അമ്മ പറഞ്ഞു, ഇത്ര വയസ്സായി, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, 46 വയസ്സായി. അപ്പോൾ അതിൻ്റെ പേർക്ക് ഇങ്ങനെ എൻ്റെ പേർക്ക് ബ്രദറെ 46 പൊതി ചോറ് വിതരണം ചെയ്യാമോ, ഞാൻ അതിൻ്റെ സാമ്പത്തികം നീക്കി വെച്ചിട്ടുണ്ട്, സഹായിക്കാമെന്ന് പറഞ്ഞു. വേറെ സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവിന് 51 വയസ്സായി, വിദേശത്ത് നിന്ന് മലയാളി സഹോദരി പറഞ്ഞത്, എൻ്റെ ഭർത്താവിൻ്റെ ജന്മദിവസം 51 പേർക്ക് ഭക്ഷണപ്പൊതികൾ കൊടുക്കാമോ. മറ്റൊരു വ്യക്തി പറഞ്ഞ ഇതാണ്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹം ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പന് വേണ്ടി, ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാ പ്രാവശ്യവും ആണ്ടും അടിയന്തരവും പരിപാടിയെല്ലാം നടത്തി. പക്ഷേ ഈ പ്രാവശ്യം വിശേഷാൽ ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് കൊടുക്കണം. അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ അപ്പന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ ഇടൂ. അങ്ങനെയാണ് ചോദിച്ചത്. എൻ്റെ ഒരു ക്ലാസ്മേറ്റും കൂടെയാണ്. എൻ്റെ കണ്ണ് നനഞ്ഞു പോയി ഷൈജു എന്നും പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഓരോരുത്തർക്കും ഓരോ വിളിയാണല്ലോ. അപ്പം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വഴിയരികിലും വീട്ടിൽ ഉപേക്ഷിച്ചതും ബുദ്ധിഭ്രമം ബാധിച്ചതും ആർക്കും വേണ്ടാത്തതും പാലത്തിനടിയിലും കടത്തിനയിലൊക്കെ കിടക്കുന്നവരിവിടെ ഇപ്പോഴും ഉണ്ട്, ധാരാളം ഉണ്ട്. ഭിക്ഷാടന നിരോധിത മേഖലയാണെങ്കിലും ഭിക്ഷാടനം നിരോധിച്ചിട്ടുള്ളൂ, വിശപ്പ് നിരോധിച്ചിട്ടില്ല. വിശപ്പിന് അവർക്കൊരു യഥാർത്ഥ പരിഹാരവും വന്നിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോലെ ദൈവം നമ്മളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു മനസാക്ഷി അനുസരിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മനുഷ്യൻ 3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേർക്ക് ഇതുപോലെ കൊടുപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു പിച്ചക്കാശ് ദാനധർമ്മം കൊടുക്കുന്നത് പോലും വെറുപ്പുള്ള വ്യക്തിയായിരുന്നു. ഷൈജു ശരിക്കും എൻ്റെ കണ്ണ് തുറപ്പിച്ച് കളഞ്ഞു എന്ന് ഞങ്ങളോട് കൂടെ ഒരു പ്രാവശ്യം സാമ്പിളായിട്ട് വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പേർക്ക് 2 or 3 പ്രാവശ്യം ഇത് കൊടുപ്പിച്ചു. കുടുംബസമ്മതമായി വസ്തു വിൽപ്പനയെ സംബന്ധിച്ച് സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര കുരുക്കും. അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ലാറ്റ് വെക്കണം, മകളുടെ MBBS പഠനം, വേറെ സാമ്പത്തിക ചിലവുണ്ട്, എല്ലാം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന രീതിയിലുള്ളൊരു കട വിൽക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് വർഷങ്ങളും ദിവസങ്ങളും ഒന്നുമല്ല, നിസാര മാസങ്ങൾക്കുള്ളിൽ തീർന്ന് വീണ്ടും കൃതജ്ഞതയായിട്ട് ഒരിക്കൽ കൂടെ ഇതുപോലെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ 3ാമത്തെ തവണയും അദ്ദേഹം കൂടെ വന്ന് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം, അപ്പോൾ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവർക്ക് അതൊരിക്കലും അണഞ്ഞു പോവുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഇപ്രകാരം. അതുകൊണ്ട് യഥാർത്ഥ ഉപവാസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തന്നെ ശരീരം മെലിയിക്കുന്നതോ കീശ വീർപ്പിക്കുന്നതോ ഒന്നുമല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അതില്ലാത്തവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ഓർക്കുകയാണ്. വിശേഷാൽ ഈ മാസം കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി നീക്കിവെക്കാൻ ദൈവം ഇടയാക്കിയത് കപ്പാസിറ്റിയിൽ കവിഞ്ഞുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബിഷപ്പിൻ്റെ വെളിയിൽ ബാക്കി അധികം വന്ന അരിയൊക്കെ ഏതാനും പാക്കറ്റുകളാക്കി ചില അർഹതപ്പെട്ട പാവപ്പെട്ടവർക്കൊക്കെ വിതരണം ചെയ്തു. അതെല്ലാ മാസങ്ങളിലും സാധിക്കുന്ന പോലെ ഇപ്രകാരം ചെയ്യുന്നുണ്ട്. അരി മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ചേർന്ന് വരുന്ന ഒരുപാട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞതുപോലെ ഗ്യാസ് തൊട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ ഐറ്റംസും അരിയും സാധനങ്ങളും എല്ലാം ഉൾപ്പെടെ നിറക്കുന്ന കണ്ടെയ്നർ തന്നെ ഏകദേശം ഒരു 5 രൂപ മിനിമം വരും. അപ്പോൾ ഇങ്ങനെ ഓരോ തവണയും കൊടുക്കുമ്പോൾ എല്ലാം ദൈവം പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിച്ച് ദൈവകൃപയാൽ ഭംഗിയാക്കുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ കണ്ടെത്തി ചികിത്സാ സംബന്ധമായി ബുദ്ധിമുട്ടുന്ന ഒരു 5-6 പേർക്ക് ഇതും പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഇത് കേട്ടിട്ട് നിങ്ങളെന്താ തരുന്നതെന്ന് കേൾക്കുന്നവരൊന്ന് ചിന്തിച്ച് നോക്കുക.
അപ്പോൾ തന്നെ ഇനി അപേക്ഷ കൊണ്ട് ആളെ പറഞ്ഞു വിടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് ചെയ്യുന്നില്ല. നമ്മുടെ അറിവിലും അനുഭവത്തിലും പരിചയത്തിലും ഒക്കെ കൂട്ടായ്മയിൽ വരുന്ന, ദൈവം പ്രേരിപ്പിക്കുന്ന, അല്ലാതെ നിങ്ങൾ വന്ന് എത്ര പറഞ്ഞാലും എത്ര കുത്തിയിരുന്നാലും തീരുമാനമാകുന്ന ഒരു സംഘടനയോ പ്രസ്ഥാനമോ അല്ല ഇത്. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സാ സംബന്ധമായിട്ട് മക്കളും എല്ലാം ഉണ്ടായിട്ടും മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ജെന്യൂനായിട്ടുള്ള അടുത്തറിഞ്ഞ കേസുകൾ അതൊരെണ്ണമൊന്നുമില്ല കേട്ടോ, ഒട്ടനവധി അങ്ങനെ ഉണ്ട്, എല്ലാം ഉണ്ട്. മക്കളൊക്കെ വിദേശത്താണ്, പക്ഷേ അപ്പനും അമ്മക്കും കഞ്ഞിയില്ല. ഇങ്ങനെ അവർ കേസ് കൊടുക്കാനോ വഴക്കുണ്ടാക്കാനോ തിരിച്ചു പിടിക്കാനോ പോകുന്നില്ല. അങ്ങനെ ആത്മാർത്ഥമായിട്ട് അടുത്തറിഞ്ഞ് അവരുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കി അങ്ങനെയുള്ള കേസുകൾ. അതുപോലെ ചികിത്സക്ക് ബുദ്ധിമുട്ടുന്ന മക്കളൊക്കെ ഉണ്ട്, 3-4 ആൺപിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ നോക്കട്ടെ ഇവൻ നോക്കട്ടെ, ചിലത് ഭാര്യയുടെ അടിമ. അപ്പോൾ മാതാപിതാക്കൾ മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ കരഞ്ഞുകൊണ്ട് ഒരപ്പൻ എന്നോട് പറഞ്ഞു ചെയ്താൽ 2 പേർക്കും മരുന്ന് വേണം, പക്ഷേ ഒരാളുടെ മരുന്നിൽ അവളുടെ മരുന്നിൽ നിർത്തി ഞാൻ അറിയിക്കാറില്ല. കാരണം 2 പേർക്കും കൂടെ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല. നമ്മൾ ജോലിയെടുത്ത് ഓടി നടന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു ബ്രദറെ. ഞാൻ ഇപ്പം ആരോടെ ഇതൊക്കെ പറഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് പറയാം. ഞാൻ പേര് സ്ഥലമൊന്നും പറയുന്നില്ല. ഇങ്ങനെ അഭിമാനം വിചാരിച്ചിട്ട് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അപ്പോൾ അവിടെ എല്ലാം ബിഷപ്പിൻ്റെ വിളി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന മേഖല മാത്രമല്ല, ദൈവം പരിശുദ്ധാത്മാവിടെ ശക്തമായിട്ട് പ്രേരിപ്പിച്ചും തൊട്ടടുത്ത് അവരുടെ ഹാർട്ട് ബീറ്റ് അറിഞ്ഞതുകൊണ്ടും ഈ മാസം അങ്ങനെയുള്ള പ്രത്യേകിച്ച് മാർച്ച് മാസം ഒരു ക്ലോസിങ്ങിൻ്റെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഒത്തിരി പ്രാധാന്യവും ടൈറ്റൊക്കെ ഉള്ളൊരു മാസമാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കണ്ട് സഹായിക്കാനായിട്ട് ഒരു 10-12 വ്യക്തികളിലേക്ക് ആ രീതിയിൽ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനൊക്കെ സാധിച്ചു. ഇത് ബിഷപ്പിൻ്റെ വിളിയുടെ മറ്റൊരു മേഖല ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, പ്രഭാഷകൻ 3:30 പറയുന്നു, പാപത്തിന് പരിഹാരമാണ്. എന്താ പാപത്തിന് പരിഹാരം? ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അപ്പോൾ എത്ര വലിയ അഗ്നി ആയാലും വെള്ളം ഒഴിച്ചത് കെടുത്തും. ഫയർഫോഴ്സുകാരൊക്കെ വന്ന് കെടുത്തുന്നത് കണ്ടിട്ടില്ലേ, വെള്ളം പമ്പ് ചെയ്തും സ്പ്രേ ചെയ്തും. ഇതുപോലെ എത്ര വലിയ പാപമാണെങ്കിലും അതിന് ഒരു പരിഹാരം ആവശ്യമാണ്. പരിഹാരം യേശുക്രിസ്തു കുരിശിൽ ചെയ്ത് കഴിഞ്ഞു. ഇതൊന്നും ആരുടെയും ബ്രദറിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടോ ആരുടെ നിർബന്ധത്തിലോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉള്ളിൽ നിന്ന് വരണം. ചുരുങ്ങിയ കാലം ഈ ഭൂമിയിലുള്ളൂ. ആരാദ്യം പോകുന്നു ഒന്നും നമുക്ക് അറിയില്ല. അല്ല, ഇത് കൂട്ടി വെച്ചിട്ട് ഇങ്ങനൊരു പാട്ടിൻ്റെ വരികളുണ്ട്, എല്ലാവരും പങ്കുവെച്ചും പരസ്നേഹത്തിലും ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമസ്ത സുന്ദരമീ ലോകം, ഇവിടെ പറുദീസ വിടരും പറുദീസ, സുരബില പറുദീസ. പ്രഭാഷകൻ 29:12 പറയുന്നുണ്ട്, എല്ലാ തിന്മകളിൽ നിന്ന് നിന്നെ രക്ഷിക്കുമെന്ന്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു ഷീൽഡ് പോലെ, ഒരു പ്രൊട്ടക്ഷൻ പോലെ, ഒരു വിമോചനം പോലെ. പ്രഭാഷകൻ 29:12 ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷയിൽ മുടക്കം കൂടാതെ ഒരു കാലത്ത് കിട്ടുമ്പോൾ അങ്ങോട്ട് ഭക്ഷണ വിതരണത്തിന് വേണ്ടി കിട്ടുമ്പോൾ ജോലിയും വേലയും ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നതിൽ പങ്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. ഇപ്പോൾ ഇങ്ങോട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കുന്ന അവസ്ഥയായി. ഈ അടുത്ത നാളിൽ പലതവണ ആ വ്യക്തി പറഞ്ഞതോർക്കുകയാണ്, ഭയങ്കരമായ അപകടത്തിൽ നിന്ന് കാലൊടിഞ്ഞു പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംഭവിക്കേണ്ടതായിരുന്നു. അങ്ങനെയുള്ള വാഹനം മൂലവും അല്ലാതെയുമുള്ള ജോലി സമയത്തുള്ള അപകട സാഹചര്യങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. കാല് കട്ടായി പോയേനെ എന്ന് പറഞ്ഞ വേറൊരു സഹോദരി പറഞ്ഞതാ, വിദേശത്താണ്. അപ്പോൾ എത്ര കിട്ടിയാലും തികയില്ല. ബന്ധുക്കളൊക്കെ പറയും ഇവിടെ കള്ളത്തരമാണ്, നമുക്ക് തരാതിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണെന്ന് പറയും. ഈ ബ്രദർ യഥാർത്ഥത്തിൽ ബ്രദറിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെന്നും പറഞ്ഞ് പറയുകയാണ്. ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. 2 പേരുടെയും കൂടി ജോലിയും വിദേശ ജീവിതം എല്ലാം. പക്ഷേ ഞങ്ങൾ പിച്ചക്കാരേക്കാൾ കഷ്ടമായിരുന്നു. പക്ഷേ ബലം പ്രയോഗിച്ച് ഇങ്ങനെയുള്ളതിൽ നിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള ശുശ്രൂഷയിലൊക്കെ സഹായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പം അത്ഭുതകരമായിട്ട് ആളെക്കൊണ്ട് പറയിപ്പിക്കുന്ന മോശമാക്കുന്ന അവസ്ഥയൊക്കെ മാറി നല്ല അനുഗ്രഹമുണ്ട്. അപ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിന് അങ്ങ് കൊടുത്തേക്കുക എന്നവർ പറഞ്ഞതോർക്കുകയാണ്. അപ്പോൾ എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കും. പ്രഭാഷകം 29:12 വീണ്ടും പ്രഭാഷകം 3:30 പറയുന്നുണ്ട്,
പാപത്തിന് ഇത് പരിഹാരമാണ്. ദാനധർമ്മം ചെയ്യുന്നത് എന്തിന് പരിഹാരമാണ്? പാപത്തിന് പരിഹാരമാണ്. വീണ്ടും ഈ കുറച്ചേ ഉള്ളൂവെങ്കിൽ ഉള്ളതിൽ നിന്ന് ചെയ്യണമെന്ന് പറയുന്നത്. പ്രഭാഷകം 11:21. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ത്യാഗ പരിഹാര പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതെല്ലാം എന്തിനുപകരിക്കും? ദരിദ്രനെ സമ്പന്നനാക്കാൻ. കർത്താവിന് ആർക്കാണ്? മനുഷ്യനല്ല. മനുഷ്യർ നിനക്ക് മുഖം തിരിച്ചേക്കാം, നിന്നെ കൊള്ളയടിച്ചേക്കാം, നിന്നെ വഞ്ചിച്ചേക്കാം, വീതം തട്ടിയെടുത്തേക്കാം. പക്ഷേ എനിക്ക് നേരിട്ടറിയാവുന്ന ഒത്തിരി ദൃഷ്ടാന്തങ്ങളുണ്ട്. എല്ലാവിധ ചൂഷണങ്ങളിലും അടിച്ചമർത്തലിലും നിശബ്ദം സഹിക്കേണ്ടി വന്ന വ്യക്തികൾ അവസാനം ദൈവം വെച്ചടിച്ച പോലെ നാണം കെടുത്തിയവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ എല്ലാം ചൂഷണം ചെയ്തെടുത്തവരുടെ മുമ്പിൽ ഉയർത്തിയ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും അനുഭവങ്ങൾ അറിയാം. അതുകൊണ്ട് അവരില്ലായ്മയിലും ത്യാഗത്തിലും കടന്നു പോകുമ്പോഴും പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്ത് അതിന് പ്രതിഫലം ദൈവം തരും. പലരും കളിയാക്കും, ആദ്യം നിന്നെ തന്നെ രക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുക എന്ന് പറയും. പക്ഷേ ഇല്ലായ്മയിൽ നിന്ന് ത്യാഗം സഹിച്ച് രക്ഷപ്പെട്ടുപോയ കുടുംബങ്ങളെ എനിക്കറിയാം. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ഇതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക, കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. അപ്പം 100 കൊടുത്താൽ എത്ര കിട്ടും? 700 കിട്ടും അല്ലേ? 7 ഇരട്ടി. അപ്പോൾ 7 ഇരട്ടി 70 ഇരട്ടി. ഇനി 700 ആയാലും 7000 ആയാലും. അപ്പോൾ നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെടാൻ നല്ല രീതിയിൽ പരിഹാര പ്രവൃത്തികൾ ചെയ്യുക. അതുപോലെ പ്രഭാഷകം 35:12-13. ഇപ്പോൾ കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. വീണ്ടും ദാനധർമ്മം കൊണ്ട്, ദാനധർമ്മം ഒരു സുരക്ഷിതമായ അഭയമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ ആപത്തോ പ്രശ്നങ്ങളോ രോഗങ്ങളോ വരുമ്പോൾ ഞാനും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുള്ളതാണ്, ബ്രദറൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും വിശ്വാസം വന്നിട്ടില്ല. പക്ഷേ ഇപ്പം മനസ്സിലായി ബ്രദറെ, നമ്മൾ അറിയാത്ത വ്യക്തികളിൽ കൂടെ, അറിയാത്ത കരങ്ങളിലൂടെ എല്ലാം, അപരിചിതരായവരിൽ കൂടെ പോലും നമുക്ക് വേണ്ടി അവർ മരിച്ച, കയറി ഇടപെട്ട, സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ സഹായിച്ച, ബില്ല് കുറച്ച് തന്ന, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് മാറിപ്പോയ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായെന്നും പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് കുഴപ്പമില്ലെന്നും പറഞ്ഞ് തിരിച്ച് വിട്ട അവസ്ഥകളൊക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. ഇത് വിശ്വസിക്കണം, വിശ്വാസം വേണം. നമ്മൾ കൊടുത്തതിൻ്റെ മുഴുപ്പ് നോക്കി ഇരിക്കുകയല്ല, കർത്താവായ ദൈവത്തിൻ്റെ ആ നാമത്തിൽ ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുക. ചിലർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അലർജിയൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം മാത്രം. കാരണം സ്വാർത്ഥതയ്ക്ക് അടിപ്പെട്ടവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതും പറഞ്ഞ് നമുക്കിത് പറയാതിരിക്കാൻ പറ്റുമോ? ഇത് ആവശ്യമുള്ള ധാരാളം പേരുണ്ട്. എന്ത് പ്രതിഫലമാണ് ഞങ്ങൾക്ക് ലഭിക്കുക? അല്ലെങ്കിൽ ദൈവം ഇത് കാണുന്നുണ്ടോ? എങ്ങനെയാണ് ദൈവം ഇതിന്, ഈ വചനത്തെ നമ്മൾ അനുഗ്രഹിക്കുമെന്ന് ശ്രദ്ധിക്കുന്നവരും ശ്രവിക്കുന്നവരുണ്ട്. ഇന്നൊരു സാക്ഷ്യം വന്നത് ഞാൻ ഓർക്കുകയാണ്. CAക്ക് എഴുതിയിട്ട് കിട്ടാത്ത ഒരു സഹോദരി പറഞ്ഞു, വിശപ്പിൻ്റെ വിളിയിൽ നിയോഗം വെച്ച് പരീക്ഷ ജയിച്ചിട്ടല്ല, ആ ത്യാഗത്തിൽ നിന്ന് ചെറിയൊരു പങ്ക് ഭക്ഷണപ്പൊതികൾ കൊടുപ്പിച്ചു, വീണ്ടും പരീക്ഷ എഴുതി, ഇപ്പം ജയിച്ചെന്നും പറഞ്ഞ് യൂട്യൂബിൽ ഇതുപോലെ ഇട്ടേക്കണ പരീക്ഷാ വിജയത്തിനുള്ള അതിൽ ഇന്ന് സാക്ഷ്യം പോസ്റ്റ് ചെയ്ത് അത് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തന്നിരുന്നു, ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഈശോയ്ക്ക് കൊടുക്കുന്നതായിട്ട് കണ്ട് വിശക്കുന്ന വയറുകൾക്ക് വേണ്ടി നീക്കി വെച്ചു. ഞാനൊരു ദിവസം ഇതുപോലെ നമുക്ക് കിട്ടിയ ഈ വിശപ്പിൻ്റെ ഉള്ളിൽ കിട്ടിയ അരിയുമായിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇപ്പം തന്നെ അവിടെ പോണ്, നാളെ കൊടുക്കാം, അല്ലെ അവരെ വിളിച്ചു വരുത്തുക, അവരുടെയും കൂടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെയല്ല, കിട്ടിയ അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. അപ്പോൾ കുറച്ച് പാക്കറ്റുകളിലാക്കി ഞാനും മകനും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് സന്ധ്യയാകുമ്പോൾ എങ്ങനെ കയറി ചെന്നു, 9 മണിയായി. അപ്പോൾ അവർ ഇതേ ബ്രദർ വന്നേക്കണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് മേടിച്ചത്. അവർ പറഞ്ഞതാ, നാളത്തേക്ക് ഇടാൻ അരിയില്ല എന്ന് മരുമകൾ പറഞ്ഞപ്പോൾ നാളത്തെ കാര്യം നാളെ നോക്കാം, കാരണം കടയിൽ 7,000-9,000 എന്താണ് കൊടുക്കാനുള്ളതുകൊണ്ട് അവർ ചോദിച്ചിട്ട് ഇപ്പോൾ അങ്ങാട് വീട്ടിൽ നിന്ന് ആരും പോകില്ല, പൈസ കൊടുത്താലേ പോകുള്ളൂ എന്നും പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ പീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നാളത്തേക്ക് അരിയില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നാളത്തെ കാര്യം നാളെ നോക്കാം, അത് ദൈവത്തിന് കൊടുത്തിട്ട് കിടക്കെന്നും പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് രാത്രി 9 മണിക്ക് 10 കിലോ അരിയുമായിട്ട് ചെല്ലാനിടയായ
അവസരം. അതുപോലെ പൊറുക്കാത്ത മുറിവുമായിട്ട് കഴിഞ്ഞ ഒരു സഹോദരി ഏറെക്കുറെ ഭേദം വന്നു. അവർ പറഞ്ഞു, ബ്രദറെ എനിക്കില്ലായ്മയാണ്, പക്ഷേ ആ ഇല്ലായ്മയിൽ നിന്ന് എന്തോരം കാശ് ഞാൻ മരുന്നിനും ചികിത്സക്കും കൊടുത്തു. അതുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ ഒരു അങ്ങനെ വരുമ്പോഴെല്ലാം ഓരോ ചെറിയ അരി പാക്കറ്റുമായിട്ട് വന്ന് അതിനേക്കാൾ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വിതരണം ചെയ്ത അവസരങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ എല്ലാവരും ഇതൊക്കെ മേലെയാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളെക്കാൾ കഷ്ടസ്ഥിതിയിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഇനി വിശപ്പിൻ്റെ വിളിയിൽ മാത്രമല്ല, നമ്മുടെ അയൽവക്കത്ത് പട്ടിണി കിടക്കുന്നവരുണ്ട്, അവരെ നോക്കാതെ അല്ലെങ്കിൽ അവർക്കെതിരെ കണ്ണടച്ചുകൊണ്ട് അതുപോലെ കൂടപ്പറപ്പങ്ങളുണ്ട്, കഴിവ് കൂടിയ സഹോദരങ്ങളുണ്ട്, കഴിവ് കുറഞ്ഞ സഹോദരന്മാരും ഉണ്ട്. ഉണ്ടായപ്പോൾ സൂക്ഷിച്ചില്ല, അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് 10 ദിവസമൊക്കെ ഉപകാരം ഉണ്ടായില്ല എന്ന് പറയുകയല്ല. അവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവനാമത്തിൽ ആരായിരുന്നാലും നമ്മൾ പറയും നന്ദിയില്ലാത്തവരാണ്, ഒരെണ്ണം നമ്മളെ നോക്കിയിട്ടില്ല, എന്തിനാ കൊടുക്കുക, അന്യർക്ക് കൊടുത്താലും അങ്ങനെ ഒന്നും പറയരുത്. അതുകൊണ്ടാണ് ഈ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണമെന്ന് ഏശയ്യ 58 മനസ്സിലായ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ദുഷ്ടത നിറഞ്ഞ വാക്കുകൾ പറയരുത്. കാലം തിരിയുമ്പോൾ ഇതെല്ലാം മറിഞ്ഞും തിരിഞ്ഞും വരും. ആർക്കാരെയാണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മേടിക്കുന്നവരായി തീരാതെ കൊടുക്കുന്നവരായി തീരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ മുഖം പാടരുത്, പാപത്തിന് പരിഹാരമാണ്, അത് മറക്കരുത്. അതുപോലെ എല്ലാ തിന്മകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. ഉദാരമായിട്ട് കൊടുക്കണം. പ്രഭാഷകം 35, 12, 13 വാക്യങ്ങൾ. അതുപോലെ ദാനധർമ്മം സുരക്ഷിതമായ അഭയമാണ്. പ്രഭാഷകൻ 40, 24 പറയുന്നുണ്ട്, സുരക്ഷിതമായ അഭയമാണ്. പിന്നെ സുനാമിയൊക്കെ വന്നപ്പോഴും പ്രളയമൊക്കെ വന്നപ്പോഴും ബ്രദർ പറയുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും. ചിലരൊക്കെ ചില ഉയരത്തിലുള്ള പള്ളികളിലും മലയുടെ മുകളിലും ഉയർന്ന സങ്കേതങ്ങളിലൊക്കെ കയറി രക്ഷപ്പെട്ടതും അഭയം തേടിയ കഥകളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ദാനധർമ്മം ഇവയേക്കാൾ സുരക്ഷിതമായ അഭയമാണ്, മറന്നു പോകരുത്. അഭയം നൽകും, രക്ഷ നൽകും, കയറി നിൽക്കാൻ പറ്റും, അത് സങ്കേതമാണ്, അത് കോട്ടയാണ്. ഇനി സന്തോഷമില്ലാത്തവരില്ലേ, കാശുകൊണ്ട് പണമുണ്ട് എല്ലാ സൗകര്യമുണ്ട്, കയറിയിരിക്കുമ്പോൾ അടിയിലോട്ട് പോണ പോലത്തെ കാറുകൊണ്ട് ഇല്ലാത്ത സൗകര്യം, സ്വിച്ചിട്ട ഞെങ്ങുന്ന തുറയുന്ന ഗേറ്റും 2-3 പേരേ ഉള്ളൂ, പക്ഷേ 10-20 പേർക്ക് താമസിക്കാവുന്ന കെട്ടിടവും വീടും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല, സമാധാനമില്ല, സന്തോഷമില്ല. പ്രഭാഷകൻ 40:14 പറയുന്നു, ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പ്രഭാഷകൻ 40:14 മറന്നു പോരുത്. അപ്പോൾ സന്തോഷമില്ലാത്തവർ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഈ ഔദാര്യം പരിശീലിക്കുക. അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു താക്കോലാണ് എന്ത്, ഔദാര്യം കാണിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇനി ഈ നോയമ്പ് കാലത്ത് നമ്മുടെ അലമാരിയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് തട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുത്തോളാം, എത്തിക്കേണ്ട സ്ഥലങ്ങൾ എത്തിച്ചേക്കാം. പലരും കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കണമെന്ന് മാത്രം, കീറിപ്പറഞ്ഞതോ മുഷിഞ്ഞതോ ആകാതെ അല്ലെങ്കിൽ തേച്ച് വൃത്തിയാക്കിയിട്ട് മനുഷ്യർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളത് തന്നാൽ. ചിലരുണ്ട് വീട്ടിലും ഇടും, പുറത്തുവിടും, വീട്ടിലിടും, അത് കഴിഞ്ഞ് പിഞ്ഞി തുടങ്ങും. എന്നിട്ട് അവർക്ക് അത് അടിപൊളിയാണ്, കാക്കക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ചേക്കണം. മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാനുള്ളതാണ്. വലിയ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്തവർ ഉണ്ട്. പഴയതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാനൊക്കെ ഒരു കാലത്ത് ഞങ്ങളുടെ അപ്പൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് നശിച്ച് വെണ്ണീറായ അവസ്ഥയിൽ പഴയതിടാൻ പോലും കൊതിച്ച, അതുപോലും ഇല്ലാതെ വിഷമിച്ചതും അങ്ങനത്തെ ഓരോരുത്തരുടെ കിട്ടിയപ്പോൾ ഇട്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ഉള്ളത് പറയുന്നതിൽ പൊങ്ങച്ചം വിചാരിക്കേണ്ടെന്ന് കാണിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ മിടുക്കന്മാരായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇങ്ങനെ ദൈവം പലരിലൂടെ പ്രവർത്തിച്ചതുകൊണ്ട് അതിൻ്റെ മഹത്വം നമുക്ക് പൊന്നുപോലെ ആയിരുന്നു. ചിലരൊക്കെ പേടിച്ചാൽ തന്നെ അപ്പനാണെങ്കിൽ തീർത്ത് കളയും അങ്ങനെയൊക്കെയെന്ന് കേട്ട. അപ്പോൾ ഇട്ട് നോക്ക്, പറ്റുമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഇട്ട് നടന്ന, ചെറുതാക്കി ഇട്ട അങ്ങനത്തെ ഒത്തിരി അവസ്ഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഞാൻ ഇങ്ങനത്തെ മേഖലയിൽ പഴയ വസ്ത്രങ്ങൾ കോവിഡ് കാലം വന്നപ്പോൾ അത് നിർത്തിവെച്ചതാണ് പിന്നീട്. അപ്പോൾ സമയത്തിൻ്റെ ദശാംശം കൊടുക്കണം, സമ്പത്തിൻ്റെ ദശാംശം കൊടുക്കണം. അതുപോലെ നമുക്കുള്ള ഇനി പുത്തം മേടിച്ച് കൊടുക്കാനില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അധികമായിട്ടുള്ളതെല്ലാം ആരുടേതാണ്,
അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. നമ്മൾ അമിതമായിട്ട് കൂട്ടി വെക്കുന്ന ഭക്ഷണമായാലും വസ്ത്രമായാലും ധനമായാലും ഇതൊന്നും പുഴുവരിച്ചു പോകാതിരിക്കാൻ, ഇത് ഉപകരിക്കപ്പെടാതെ പോകാതിരിക്കണമെങ്കിൽ അതെല്ലാം അർഹതപ്പെട്ട ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് കരയുന്നവരിൽ എത്തിച്ചേരണം. അപ്പോൾ പ്രഭാഷകൻ 40:14 മറന്നു പോകരുത്. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. അപ്പോൾ സന്തോഷമില്ലാത്തവർ സന്തോഷത്തിൻ്റെ വചനം പറഞ്ഞു യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, ഔദാര്യം പരിശീലിക്കുക. പാലം കടക്കോളം നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ കൂരാണ് എന്ന് പറഞ്ഞ പോലെ ജോലി കിട്ടിക്കഴിഞ്ഞ് അങ്ങനെ ചെയ്യും, ബിസിനസ് ശരിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും, എല്ലാം പറയും. പറയാൻ ഒരുപാട് കാര്യം. ആ ടാക്സ് ഈ ടാക്സ് അതെല്ലാം കൊടുക്കണം, അത് കൊടുക്കണം, സർക്കാരിന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അവർ പിടിച്ചു മേടിക്കും, അതിൻ്റെ പലിശയും കൂടി കൂട്ടി മേടിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആത്മീയമായ ഒരു കടമയും കടപ്പാടും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ മറക്കരുത്. സൗകര്യപൂർവ്വം നമ്മൾ ദൈവത്തോടായാലും മനുഷ്യരോടായാലും നേരുന്ന നേർച്ചകളും പറയുന്ന വാക്കുകളും കാറ്റിൽ പറത്തി ഒരു വികാരത്തിൻ്റെ പുറത്ത് വൻ പ്രകടനങ്ങളൊക്കെ നടത്തും. പിന്നെ അതെല്ലാം നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന അവസ്ഥകളെല്ലാം നമ്മൾ അത് വിസ്മരിച്ചുകൂടാ, അതെല്ലാം മാറ്റണം. വീണ്ടും സമ്പന്നനാകാൻ വേണ്ടി, സമ്പന്നനാകാൻ എന്ത് ചെയ്യണം ചിലരൊക്കെ ചോദിക്കും. സുഭാഷിതം 11:25 പറയുന്നുണ്ട്, ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ആത്മീയമായിട്ടായാലും ഭൗതികമായിട്ടായാലും അതൊരു നല്ല വചനം. സുഭാഷിതം 11:25 ഉദാരമായി ദാനം ചെയ്യുന്നവൻ. ഇപ്പം ഞാനിപ്പോൾ ഈ രാത്രി ഇവിടെ ഇരുന്നിട്ട് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്നവരുമുണ്ട്, അത് റിജക്റ്റ് ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഇതൊരു ദാനം ചെയ്യലാണ്, ഒരു പ്രേക്ഷിത പ്രവൃത്തിയാണ്. ദൈവം എനിക്ക് തന്ന കഴിവ്, വചനപ്രഘോഷണ ശുശ്രൂഷ വരം, ഞാനത് ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് 1 കൊരിന്ത്യർ 9 പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ ഞാനും അത് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് വചനം എത്താത്ത അറിയാത്ത അനേകരിലേക്ക് പലവിധ വിഷയങ്ങളെക്കുറിച്ചാണ് സെയിൻറ്റ് മേരീസ് പ്രേമശ്രീയുടെ യൂട്യൂബ് ചാനലിലൂടെ 1200 അതിലധികവുമായിട്ട് വാട്സാപ്പിലൂടെ യൂട്യൂബിലൂടെ എല്ലാം വചനങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ച് ചിലരൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി ഉപകാരം. ഇന്നൊരു സഹോദരി വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നത് കണ്ട്, ബ്രദറെ ഭയങ്കര ഉപകാരമായി, ക്ഷമേനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇട്ട ആ വചനം കേട്ടപ്പോൾ ആകെ തകർന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭയങ്കര ആശ്വാസം കിട്ടിയത് വചനം കേട്ടപ്പോൾ. അപ്പോൾ ദൈവം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരാളെ ഉണർത്തിയിരുത്തി മറ്റൊരാൾക്ക് വേണ്ടി. സങ്കീർത്തനത്തിൽ 127:2 പറയുന്നുണ്ട്, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്യും. വീണ്ടും പ്രഭാഷകൻ 40:17 പറയുന്നുണ്ട്, കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്, ദാനധർമ്മം എന്നേക്കും നിലനിൽക്കും. ബാക്കി എല്ലാം മാറിപ്പോയാലും എല്ലാ കെട്ടുകളഴിയാനും എല്ലാ ബ്ലോക്കുകളും മാറാനും ബന്ധനം അഴിയാനും പിശാച് വിട്ടുപോകാനും അനുഗ്രഹം കടന്നു വരാനും അഭിഷേകം കിട്ടാനും നിയോഗം സാധിച്ചു കിട്ടാനും അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെ. പ്രഭാഷകൻ 40:17 മറന്നു പോകരുത്. വീണ്ടും സുഭാഷിതം 19:17 പറയുന്നുണ്ട്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ദൈവം കടം വീട്ടുന്നു, അങ്ങനെയുണ്ട്, വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഔദാര്യമല്ല, ഇതാ തമ്പുരാൻ ആ കടം നമുക്ക് വീട്ടിൽ തരും. ദരിദ്രരോടുള്ള കടമകൾ നമ്മൾ നിറവേറ്റുമ്പോൾ നമ്മുടെ കടമകളും ദൈവം നിറവേറ്റിത്തരും. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണും കാലും കൈയും നമ്മൾ ഓരോരുത്തരുമാണ്. വീണ്ടും ക്ഷാമം അനുഭവിക്കുകയില്ല. നല്ലൊരു വചനമല്ലേ? വചനത്തിലുണ്ടോ? ഉണ്ട്. സുഭാഷിതം 28:27 ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപമുണ്ടാവും. ചിലർ പറയും, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ്, അല്ല ഞാൻ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ലെന്ന് പറയും. ഇത് തന്നെയാണ് പാപവും ശാപവും എന്ന വഴി. ദരിദ്രർക്ക് ദാനം ചെയ്യണം, നന്മ പ്രവൃത്തികൾ ചെയ്യണം. ഇനി പണം കൊണ്ടും ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രം പോരാ. നമ്മുടെ കുടുംബങ്ങളിൽ മുറിവേറ്റവരുണ്ട്, സ്നേഹം കിട്ടാത്തവരുണ്ട്, വൈകാരിക ക്ഷതങ്ങളുള്ളവരുണ്ട്. അവരോട് അനുകമ്പയും കരുണയും സ്നേഹവും വിട്ടുവീഴ്ചയും സഹിഷ്ണുതയും കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദാനം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അവർ ദരിദ്രർ തന്നെയാണ്. ആത്മീയമായ മുറിവുകളുള്ളവരുണ്ട്, സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരുണ്ട്, എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ മുറിവേറ്റവരാണ്. അവരോട് സഹിഷ്ണുത കാണിക്കണം, സഹനശക്തി വേണം, എടുത്തു ചാടരുത്, കോപിക്കരുത്, ആക്രമണശീലം ഉണ്ടാകരുത്. അത് ഭാര്യയാകാം, ഭർത്താവാകാം, അമ്മയാകാം, അമ്മായിയമ്മയാകാം, മാതാപിതാക്കളാകാം, കുഞ്ഞുങ്ങളാകാം, അയൽവാസിയാകാം. അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ ക്ഷാമം, കുടുംബത്തിലെ ക്ഷാമം, ജീവിതത്തിലെ ക്ഷാമം, തൊഴിൽപരമായ ക്ഷാമങ്ങൾ. ഇന്ന് ഒത്തിരി പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ ഉണ്ട്, കിട്ടുന്നില്ല ജോലിയൊന്നും. എന്താ കാരണം? ഈ ഒരു ക്ഷാമമല്ലേ?
ദരിദ്രർക്ക് ദാനം ചെയ്യാൻ മടിയാണ്. പഠിക്കാൻ വേണ്ടി ഇല്ലാത്ത കടമെടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യും, ഏതറ്റം വരെയും പോകും, ഏത് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കും. പക്ഷേ ഒരു സൽപ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പം നെറ്റിച്ചുളിയും. അപ്പോൾ അവരുടെ നേരെ കണ്ണടക്കുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപമുണ്ടാകും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം ഇനി ചിലരൊക്കെ പറയും, വല്ല ലോട്ടറി അടിച്ചാൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു, അല്ലെ കളിയാക്കുന്ന പോലെ പുച്ഛിച്ച് പറയുന്നവരുണ്ട്. ഇവരൊക്കെ വേറെ പണിയില്ല. തോബത്ത് 4:8 പറയുന്നുണ്ട്, സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചെയ്തോ. എല്ലാം തികയാൻ വേണ്ടി നോക്കിയിരുന്നാൽ ഒരിക്കലും വെള്ളം ഇറക്കാനായിട്ട് പറ്റത്തില്ല. അതായത് തിരമാല മുഴുവൻ നിന്നിട്ട് വെള്ളം ഇറക്കാൻ പറ്റുമോ? അത് അതിൻ്റെ ഇടക്കൂടെ ഇലയിലും പാടി ഇറക്കുക. അതുകൊണ്ട് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവർ കാണട്ടെ, നാവുള്ളവർ നാവ് ചലിപ്പിക്കട്ടെ. ദൈവം നമ്മളെ ഏത് അളവിലാണോ തൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് അപ്രകാരം മുന്നോട്ട് പോകാം. ചിലപ്പോഴൊക്കെ വിശപ്പിൻ്റെ വെളിയിൽ ഭക്ഷണപ്പൊതിയായിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ കൊടുത്തു പോണതിന് മുമ്പ് തന്നെ വീണ്ടും നമ്മുടെ കാല് പിടിക്കാൻ വേണ്ടി ഒരു ഒരെണ്ണവും കൂടി എന്നും പറഞ്ഞ് കളയാനൊന്നുമല്ല. ചിലർ ഈ അനാവശ്യമായ വളച്ചൊടിച്ചൽ പറയും കറിയെടുത്ത് തിന്നാനാണ്. നാണം കെട്ട വർത്താനങ്ങൾ അവരെക്കുറിച്ചൊന്നും പറയല്ലേ. അവരൊക്കെ എത്ര മാന്യരായിട്ട് നല്ലതായിട്ട് നിൽക്കുന്നവരുണ്ടെന്നറിയാം. നീ വിശന്ന് പൊരിഞ്ഞിരിക്കണമെങ്കിൽ അവർ സ്തുതിയൊക്കെ പറഞ്ഞ് പിതാവും പുത്രനും പറഞ്ഞ് നമ്മൾ അനുഗ്രഹിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. നമ്മുടെ കാല് പിടിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? നമ്മളാരാ? എന്തുണ്ടായിട്ടാണ് മനുഷ്യൻ? ഒരു ശ്വാസം പോയാൽ ഇതെല്ലാം കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അവരെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അവിടെ ഷുഗറാ പ്രഷറാ വല്ലതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 2 ദിവസമായിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ചിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ വന്ന് ആരുടെ മുമ്പിൽ കൈ നീട്ടാത്തവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രം മേടിക്കും, കൊടുക്കുമ്പോൾ കഴിക്കും, അസ്ഥിക്കൂടം പോലെ ആവുന്ന. അപ്പോൾ അടുത്ത പൊതിയും കൂടി വേഗം വാരി തിന്നുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. എൻ്റെ അപ്പം പണ്ടേ പറയും, നമ്മൾ ഈ ദാനാർമ്മവും പരിഹാര പ്രവൃത്തി അരിയാ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ വളിച്ചതാ പൊളിച്ചതാ പഴയതാ നമുക്ക് വേണ്ടാത്തതാ. ചിലർ ചോദിക്കും വില കുറച്ച് റേഷനരി കിട്ടും, അത് മേടിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ കുറേ പേർക്കും കൂടെ ഉണ്ടാക്കാൻ. അതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. ഇതാ താൻ അറിയാതെ തന്നെ 3 പേരെ സ്വീകരിച്ച അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ ദൈവമാണെന്ന് അറിയാതെ ദൈവത്തിന് താൻ ചെയ്യുന്ന ശുശ്രൂഷ പോലെ ചെയ്ത പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസികളായ മക്കളാണ് നമ്മളെങ്കിൽ ഇതിനെല്ലാം പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് തന്നെയാണ്. മത്തായി 25:40 ഞാൻ അതിൻ്റെ പേരാണ്, ഈ ചെറിയവരൊരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ഈശോയുടെ അന്തിമ വിധിയിലെ വചനങ്ങൾ തീർത്തും അന്വർത്ഥമാകട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ നോയമ്പ് കാലം നമുക്ക് കൂടുതൽ ഫലപ്രദമാകാം, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതിന് വേണ്ട കൃപ പരിശുദ്ധാത്മാവ് തരട്ടെ. എല്ലാം തികഞ്ഞിട്ട് ആരെ സഹായിക്കാനോ ആരെ സപ്പോർട്ട് ചെയ്യാനോ ഒരു നന്മ പ്രവർത്തിയും ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം നന്മ പ്രവർത്തിക്കാനും നല്ലത് കാണാനും ചെയ്യാനും ചിന്തിക്കാനുള്ള അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യക്കാരനെ ഉപേക്ഷിക്കാതെ പാവപ്പെട്ടവർ നമ്മുടെ കുടുംബക്കാരോ വീട്ടുകാരോ അയൽവാസികളോ ചുറ്റുപാടുള്ളവരോ പല ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഒരു പ്ലേസിങ് മൈൻഡോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഇവർക്ക് ആർക്കും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈശോയ്ക്ക് ചെയ്യുന്ന മനോഭാവത്തോടെ നന്മ പ്രവർത്തികൾ ചെയ്യാം. ഇന്ന് കേട്ട ഈ പോയിന്റുകളൊന്നും മറക്കരുത്. സാധിക്കുമെങ്കിൽ കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ സന്തോഷം കിട്ടും. അതൊരു പരിഹാര ശുശ്രൂഷയാണ്, ആപത്തിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങൾ, അതുപോലെ മരിച്ചവരോടുള്ള കടമകൾ നിറവേറ്റാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു, അവർക്ക് വേണ്ടി വിശ്വകുർബാന ചൊല്ലിക്കുക മാത്രമല്ല, കാഴ്ചവെക്കുക മാത്രമല്ല, അവരെ ഓർത്ത് ആ കുറ്റബോധങ്ങളൊക്കെ വിട്ടുപോകാൻ. ഇത്രയും പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഓർത്തില്ല, അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ ഒന്നും വേണ്ട പോലെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവരെയൊക്കെ ഓർത്ത് ഇവർക്ക് ഒക്കെ ഇതുപോലെ ഭക്ഷണപ്പൊതികൾ കൊടുക്കുകയോ പാവപ്പെട്ടവരെ സന്ദർശിക്കുകയോ സഹായിക്കുകയോ അനാഥബന്ധങ്ങളിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിനാണ് കൊടുക്കുന്നതെന്നുള്ള ആ ഒരു നിറവ് നമുക്ക് കിട്ടും. അങ്ങനെ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അതൊത്തിരി അനുഗ്രഹപ്രദമായി തീരും. എല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങളും കമൻസുകളും അനുഭവങ്ങളും ഒക്കെ വാട്സാപ്പിലൂടെയോ യൂട്യൂബിലൂടെയോ ഷെയർ ചെയ്യാവുന്ന കമൻസിൽ ബോക്സിൽ അയക്കാവുന്നതാണ്. ഷെയറും ലൈക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പരസ്പരം നമുക്ക് സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ സുവിശേഷ ശുശ്രൂഷകളിൽ
പങ്കുകാരാകാം. നാളെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ, നാളെ വെള്ളിയാഴ്ചയാണല്ലോ, പ്രസംഗിക്കാനായിട്ട് ഉപവാസ പ്രാർത്ഥനയും പ്രസംഗിക്കാനായിട്ട് വിളിച്ചിരിക്കുക. ദൈവം ഓരോരുത്തർക്കും പലതരത്തിലാണ് കഴിവുകൾ. അതാണ് ഞാൻ ദാനം ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ദൈവം നാളെ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു, ടീമംഗങ്ങൾ അത് നടത്തും. അപ്പോഴേക്കും ഞാൻ അതിൽ ഓടിയെത്തും. അപ്പോൾ ഇങ്ങനെ പൊതികൾ വിതരണങ്ങൾ മാത്രമല്ല, ദൈവം നമുക്ക് തന്ന സമയങ്ങൾ മുഴുവനായിട്ട് പ്രയോജനപ്പെടുത്തി ഞാൻ എന്ത് പ്രേക്ഷിത വേലയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ഈശോയോട് ചോദിക്കുക. എൻ്റെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നു മാത്രം. ചിലപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനും അറിയാനും അനുഗ്രഹം കിട്ടിയവരായിരിക്കും നിങ്ങളിൽ ഇത് കേൾക്കുന്ന പലരും. വളരെ എളിമയോടെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ശുശ്രൂഷ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി വിശപ്പിൻ്റെ വിളിയെന്ന തെരുവിൽ അലയുന്ന മക്കൾക്കും അനാഥർക്കുമുള്ള സെയിൻറ്റ് ജാസ് അച്ചായൻ കിച്ചൻ യൂട്യൂബ് ചാനൽ, അതുപോലെ ജനമൈത്രി പോലീസും സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രി സംയുക്തമായിട്ടാണ് ഈ ശുശ്രൂഷകൾ വിശപ്പിൻ്റെ വിളിയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിലെങ്കിലും ഇനി മറ്റൊന്നുമല്ലെങ്കിൽ ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ഇതുവരെ അനേകരുടെ ഉദരത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ഈ ശുശ്രൂഷയെ ഉപയോഗിച്ചിട്ടുണ്ട്. നാളിതുവരെ ഇതിലേതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളോ കുടുംബാംഗങ്ങളോ എങ്കിൽ അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ തൃപ്പാദം വഴി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്.